എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സംസ്കൃതം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ പാഠം ദാനവീരഃ കർണഃ. കർണഃ സൂര്യാത് ജാതഃ കുന്തിപുത്രഃ. കർണൻ സൂര്യനിൽ നിന്ന് ജനിച്ച കുന്തിപുത്രനാണ്. സച ശൈശവ അവസ്ഥായാമേവ നദ്യാം പ്രക്ഷിപ്തഃ. കർണൻ ശൈശവ അവസ്ഥായാം കുഞ്ഞ് ആയിരുന്നപ്പോൾ തന്നെ അപ്പോൾ തന്നെ നദ്യാം പ്രക്ഷിപ്തഃ നദിയിൽ എറിയപ്പെട്ടു. നദ്യാം പ്രവഹന്തം ശിശും സൂതഃ അതിരഥഃ ഗൃഹീത്വാ ഗൃഹം നീതവാൻ. നദ്യാം പ്രവഹന്തം നദിയിൽ അങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്ന ശിശും ആ ശിശുവിനെ സൂതഃ അതിരഥഃ തേരാളിയായിട്ടുള്ള അതിരഥൻ ഗൃഹീത്വ എടുത്തിട്ട് ഗൃഹം നീതവാൻ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അതഃ സഹ സൂതപുത്രഃ ഇതി പ്രഥാം ലേഭേ. അതഃ അതുകൊണ്ട് സഹ കർണൻ സൂതപുത്രഃ സൂതന്റെ മകൻ ഇതി പ്രഥാം എന്ന പേര് ലേഭേ ലഭിച്ചു. കർണഃ ദാനവീരഃ ഇതി ലോകേ പ്രസിദ്ധഃ. കർണൻ ദാനം കൊടുക്കുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആളാണ് ഇതി എന്ന് ലോകേ പ്രസിദ്ധഃ ലോകത്തിൽ പ്രസിദ്ധമാണ്. തസ്യ ഏകാ കഥ അതിനെ ഉദാഹരിക്കുന്ന ഒരു കഥ അത്ര പ്രതിപാദ്യതേ അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. കുന്തിപുത്രഃ കർണഃ കവചകുണ്ഡലൈഃ സഹ ലബ്ധജന്മ അഭവത്. കുന്തിപുത്രഃ കർണഃ കർണൻ കവചകുണ്ഡലൈഃ കവചവും കുണ്ടലങ്ങളുമൊക്കെ സഹ അതിനോടുകൂടെ തന്നെയാണ് ലബ്ധജന്മ ജനിച്ചത് തന്നെ ജന്മം ലഭിച്ചത് പോലും അതാണ് ലബ്ധജന്മ അഭവത് അങ്ങനെ ആയിരുന്നു. കവചകുണ്ഡലൈഃ യുക്തഃ സഹ കേനാപി ജേതും ന ശക്യതേ. കവചകുണ്ഡലങ്ങളാൽ യുക്തനായിട്ടുള്ള അത് ശരീരത്തോട് ചേർന്നിരിക്കുന്ന സഹ അവൻ ആ കർണൻ കേനാപി ആരാലും ജേതും ന ശക്യതേ ആരാലും ജയിക്കാൻ സാധിക്കാത്തവനായിരുന്നു. സൂതേന ശല്യരാജേന സഹിതഃ കർണഃ യുദ്ധായ സന്നദ്ധഃ അഭവത്. മഹാഭാരത യുദ്ധസമയത്ത് സൂതനായിട്ടുള്ള കർണന്റെ തേരാളി ശല്യരായിരുന്നു. അങ്ങനെ സൂതനായ ശല്യരാജേന ശല്യരാജാവിനാൽ സഹിതഃ കൂടെ കർണഃ യുദ്ധായ സന്നദ്ധഃ അഭവത് യുദ്ധത്തിനായി സന്നദ്ധനായി എന്ന് എല്ലാവരും അറിഞ്ഞു. അങ്ങനെ ആയിത്തീർന്നു. തഥാ ഇന്ദ്രഃ ബ്രാഹ്മണരൂപേണ ആഗത്യ മഹത്തരാം ഭിക്ഷാം അയാചത. തഥാ ഇന്ദ്രഃ ഇതറിഞ്ഞതിന് ശേഷം ആ ഇന്ദ്രൻ അപ്പോൾ ബ്രാഹ്മണരൂപേണ ആഗത്യ ഒരു ബ്രാഹ്മണ വേഷത്തിൽ വന്നിട്ട് മഹത്തരാം ഭിക്ഷാം അയാചത എനിക്ക് വലിയൊരു ഭിക്ഷ തരണം എന്ന് പറഞ്ഞു. തഥാ അപ്പോൾ ദാനശീലഃ കർണഃ ബ്രാഹ്മണം പൂജയിത്വാ തസ്മൈ ഗോസഹസ്രം വാജിനാം സഹസ്രം പ്രഭൂതം സുവർണം ഇത്യാദികം ദാതും ഉദ്യുക്തഃ അഭവത്. തഥാ അപ്പോൾ ദാനശീലഃ കർണഃ ദാനശീലനായ കർണൻ ബ്രാഹ്മണം പൂജയിത്വാ ആ ബ്രാഹ്മണനെ പൂജിച്ചിട്ട് തസ്മൈ ആ ബ്രാഹ്മണനായിക്കൊണ്ട് ഗോസഹസ്രം 1000 പശുക്കൾ വാജിനാം സഹസ്രം 1000 കുതിരകൾ പ്രഭൂതം സുവർണം ഒരുപാട് സ്വർണം ഇത്യാദികം ദാതും ഇതൊക്കെ ഞാൻ തരാം എന്ന് ഉദ്യുക്തഃ അഭവത് എന്ന് ഉത്സാഹത്തോടെ പറഞ്ഞു. കിന്തു പക്ഷേ ബ്രാഹ്മണൻ പറഞ്ഞു ഏതത് കിമപി നൈച്ഛത് ഇതൊന്നും തന്നെ ഞാൻ ന ഇച്ഛത് ആഗ്രഹിക്കുന്നില്ല.
തഥാ കർണഃ അവദത്. അപ്പോൾ കർണൻ തിരിച്ചു പറഞ്ഞു, യദി ഭവാൻ ഇച്ഛതി തർഹി, ഒരു പക്ഷേ അങ്ങ് ഇച്ഛിക്കുകയാണെങ്കിൽ മമ കവചകുണ്ടലാനി ദദാമി ഇതി, എൻ്റെ കവചകുണ്ടലങ്ങൾ ഞാൻ തരാം എന്ന്. തഥാ അപ്പോൾ കൃപയാ ദേഹി, ശരി എങ്കിൽ ദയവായി തന്നാലും ഇതി ബ്രാഹ്മണഃ അവദത് എന്ന് ബ്രാഹ്മണൻ പറഞ്ഞു. ഏതത് ശ്രുത്വാ, ഏതശ്രുത്വാ ഇത് കേട്ടിട്ട്, കവചകുണ്ടലാനി ദാതും ഉദ്യുക്തം കർണം, ആ കവചകുണ്ടലങ്ങൾ ദാതും ഉദ്യുക്തം അത് കൊടുക്കുവാൻ ഉദ്ദേശിച്ചു നിൽക്കുന്ന കർണം, കർണനെ ശല്യരാജഃ ശല്യരാജാവ് തസ്മാത് പ്രതിനിവർത്തയിതും ആ കൃത്യത്തിൽ നിന്ന് പിന്തിരിക്കുവാൻ അയതത യത്നിച്ചു. കിന്തു പക്ഷേ കർണഃ കർണൻ തസ്യ വാക്യം ആ ശല്യരുടെ വാക്യം വിഗണയ്യ അത് അവഗണിച്ചുകൊണ്ട്, മമ ഏകൈവ വാക്ക് എനിക്ക് ഏക ഏവ വാക്ക് ഒരേ ഒരു വാക്കേ ഉള്ളൂ, അതിഥി പൂജ മയാ കർത്തവ്യ എന്നെ തേടി വന്ന അതിഥിയെ പൂജിക്കേണ്ടത് എൻ്റെ കർത്തവ്യമാണ്. ഇതി ഉക്തുവ എന്ന് പറഞ്ഞിട്ട് കവചകുണ്ടലാനി ബ്രാഹ്മണായ അയച്ചത് എന്ന് പറഞ്ഞ് കവചകുണ്ടലങ്ങൾ ബ്രാഹ്മണന് കൊടുത്തു. ബ്രാഹ്മണഃ താനി സ്വീകൃത്യ ബ്രാഹ്മണൻ അതൊക്കെ സ്വീകരിച്ച് തവ യശഃ കർണനെ അനുഗ്രഹിക്കുകയാണ്, നിന്റെ യശസ് ആ ചന്ദ്രതാരം ചന്ദ്രനും നക്ഷത്രങ്ങളും ഉള്ളിടത്തോളം തിഷ്ഠതു നിലനിൽക്കട്ടെ, ഇതി അനുഗൃഹ്യ എന്നനുഗ്രഹിച്ചിട്ട് സതോഷം സന്തോഷത്തോടുകൂടെ അഗച്ഛത് തിരിച്ചുപോയി. പദച്ഛേദഃ നൈച്ഛത് ന ഐച്ഛത് നൈച്ഛത്. ഏതശ്രുത്വാ ഏതത് ശ്രുത്വാ ഏകൈവ ഏകാ ഏവ ഇത്യുക്ത്വാ ഇതി ഉക്ത്വാ. ഇന്നത്തെ ഗീതാശ്ലോകം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അന്വയഃ സാധൂനാം പരിത്രാണായ ദുഷ്കൃതാം വിനാശായ ധർമ്മ സംസ്ഥാപനാർത്ഥായ ച യുഗേ യുഗേ അഹം സംഭവാമി. സാരാംശഃ സാധൂനാം സജ്ജനാനാം ലോകേ സജ്ജനാനാം സജ്ജനങ്ങളുടെ പരിത്രാണായ രക്ഷണായ ദുഷ്കൃതാം ദുഷ്ടാനാം വിനാശായ ഏവം ധർമ്മ സംസ്ഥാപനാർത്ഥായ ധർമ്മസ്യ സ്ഥാപനായ ച യുഗേ യുഗേ അഹം പ്രതിയുഗം ഭൂമൗ സംഭവാമി അവതരാമി ഇതി ആശയഃ. എല്ലാ യുഗങ്ങളിലും ഞാൻ അവതരിക്കും എന്ന ഭഗവാന്റെ പ്രതിജ്ഞയാണിത്. ഇന്നത്തെ സംസ്കൃതം ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ധന്യവാദഃ. ശ്ലോക 2. ബ്രഹ്മചര്യ ദൃഢതാദിഭിർയമൈ ആപ്ലവാദി നിയമൈശ്ച പാവിതാ കുർമഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമപി വാ ഭവത്പരാഃ. ബ്രഹ്മചര്യ ദൃഢത ആദിഭിഃ യമൈഃ ആപ്ലവ ആദി നിയമൈഃ ച പാവിതാ കുർമഹേ ദൃഢം അമീ സുഖാസനം പങ്കജ ആദ്യം അപി വാ ഭവത്പരാഃ. In the first shloka, Melpathur mentioned about the Ashtanga Yoga, and the yamas and niyamas are the first two limbs of the eight-limbed path, which is a step-by-step path towards the realization of yoga,
as described in the Yoga Sutras of Patanjali. The yamas are, the first one is ahimsa, means non-violence, freedom from harming. Second one, satya, truthfulness. Third one, asteya, non-stealing or freedom from stealing. Here the stealing means if you take credit for someone else's idea or hard work, that is not practicing asteya. Asteya also means balance between give and take. For some people, this may mean taking what is needed more often. The fourth one, brahmacharya, that is moderation. And the last one, aparigraha, non-hoarding, freedom from grasping. Now the niyamas. Patanjali's Yoga Sutra lists 5 niyamas or observances which apply specifically to how you conduct yourself on a more personal level. In niyamas, the first one is shaucha, that is cleanliness. Second one, santosha, happiness. Third one, tapas, self-discipline. Fourth one, swadhyaya, self-study of Puranas, Shastras, etc. And the fifth one, Ishvara Pranidhana, means complete surrender to God. These are yama and niyamas. In the second shloka, Melpathur mentioned about these yama niyamas. Ami, us, bhavat paraha, for meditation on you, brahmacharya dhrithada adipihi, through the observances of disciplines of self-control like strict continence, etc., are the yamas. So, adibhihi yamaihi. Aplava adi niyamaihi. Aplava means shaucha. Adi niyamaihi, etc. The niyamas. So, one should pavitaha, purified this, and take asanam, that is sukhasanam, the sukhasana, apiva pankaja adyam, or the lotus poses, etc. That is the next limb of Ashtanga Yoga, asanam. Yama, niyama, asanam. In this way, dridham, firmly these kurmahe, we shall practice. O Lord, we all the devotees will strictly follow the discipline of yama, self-control, by practice of brahmacharya, etc. And also the discipline of niyama, rules of right conduct, through routines of daily bath, etc. and attain purity of body and mind. I or we will then practice steady postures, that is asana, like sukhasana or padmasana, etc., for meditating on you. Brahmacharya dhrithadadiphiryamairaplavadi niyamaischa pavita kurmahe dridhamami sukhasanam pankajadyamapi va bhavatpara.